ഷിയാക്കൾ മുസ്ലിങ്ങളാണെന്ന് മുസ്ലിങ്ങളിൽ പലരും ധരിച്ചിട്ടുണ്ടെങ്കിലും ഷിയാക്കൾക്ക് മുസ്ലിങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോകത്തിൽ 90% മുസ്ലിങ്ങളും 10% ഷിയാക്കളുമാണെന്നാണ് കണക്കുകൾ. എങ്കിലും 90% ശക്തിയുള്ളത് ഷിയാക്കൾക്കാണ്. 10% മാത്രം ജനസംഖ്യയുള്ള ഷിയാക്കൾക്ക് ശക്തിയുണ്ടാവാൻ കാരണം അവർക്ക് ശക്തമായ നേതൃത്വമുള്ളതുകൊണ്ടാണ്. ഷിയാക്കൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുകയും സുന്നികളെ കൊന്നൊടുക്കുന്നതിൽ പടിപടിയായി മുന്നേറുകയും ചെയ്യുന്നു. സുന്നികൾക്ക് നേതൃത്വത്തെ ചോദ്യം ചെയ്യുവാൻ അധികാരമുണ്ട്. കോഴിക്കോട് ലീഗ് ഹൗസിൽ വെച്ച് മുനവ്വർ അലി തങ്ങളെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ പരസ്യമായി ചോദ്യം ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഷിയാക്കൾക്കിടയിൽ ഇങ്ങനെ സംഭവിക്കുകയില്ല. നേതാക്കന്മാർ അഥവാ ഇമാമുകൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും അവർക്ക് ഒരിക്കലും തെറ്റുകൾ പറ്റുകയില്ലെന്നും ഷിയാക്കൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ കെട്ടുറപ്പുള്ള നേതൃത്വവും ഏകാധിപത്യ പ്രവണതയും ഉള്ളതുകൊണ്ടാണ് ഷിയാക്കൾക്ക് മുസ്ലിങ്ങളെ കൊന്നൊടുക്കുവാനും ലോകമെമ്പാടും സ്വാധീനം ചെലുത്തുവാനും സാധിച്ചത്. അതിനു പുറമെ റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഷിയാക്കൾക്ക് സൈനിക സഹായവും നൽകുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ അനന്തരാവകാശി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും സീനിയറായ വിദ്യാർത്ഥി അബൂബക്കർ സിദ്ദീഖ് ആയിരിക്കണമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അനന്തരാവകാശം ബന്ധുക്കൾക്ക് മാത്രമാണെന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബിയുടെ ബന്ധുവായിരുന്ന അലി ഇബ്നു അബി താലിബിന് അർഹപ്പെട്ട ഖലീഫ സ്ഥാനം സുന്നികൾ തട്ടിയെടുത്തു എന്ന പേരിലാണ് സുന്നി ഷിയ സംഘർഷം തുടങ്ങിയത്. ഉദാഹരണത്തിന്, ഒരു ചരിത്രകാരൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഗവേഷണ സാമഗ്രികളും ഡോക്ടറും എഞ്ചിനീയറുമായി മാറിക്കഴിഞ്ഞാൽ മക്കൾ അവകാശപ്പെടുകയില്ല. ചരിത്രം പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ അവകാശം. ഈ സ്വാഭാവിക നീതിയാണ് സുന്നികൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ബന്ധുക്കൾക്കാണ് കിരീടാവകാശം ലഭിക്കേണ്ടതെന്ന് ഷിയാക്കൾ വാശി പിടിച്ചു. അങ്ങനെ ഒരു പിന്തുടർച്ചാ തർക്കത്തിൽ തുടങ്ങിയ സുന്നി ഷിയ സംഘർഷം പിന്നീട് കൃത്രിമമായി ഉണ്ടാക്കിയ പല വ്യത്യാസങ്ങളിലും ചെന്നെത്തുകയായിരുന്നു. ഷിയാക്കളുടെ രാജ്യമായ ഇറാൻ വമ്പിച്ച സൈനിക ശക്തിയായി മാറിയതും സൗദി അറേബ്യക്ക് അടുത്ത കാലത്തുണ്ടായ സാമ്പത്തിക വളർച്ചയും ഈ സംഘർഷത്തിന് ആക്കം കൂട്ടി. പാകിസ്ഥാനിലും യമനിലും ബഹ്റൈനിലും ഇറാഖിലും സിറിയയിലും പലതരത്തിലുള്ള സുന്നി ഷിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയും 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. സുന്നികളുടെ വിശ്വാസപ്രകാരം ഖുർആനാണ് അവസാന വാക്ക്. ഷിയാക്കളുടെ വിശ്വാസപ്രകാരം ഇമാമാണ് അവസാന വാക്ക്. സുന്നികൾ ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. ഷിയാക്കൾ ചർച്ച ചെയ്യുകയോ ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുകയോ ചെയ്യുകയില്ല. ഇമാമിൻ്റെ തീരുമാനം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷിയാക്കൾക്ക് വമ്പിച്ച ഐക്യവും രാഷ്ട്രീയ ശക്തിയും ഉണ്ടായത്. സുന്നികൾ അബ്ദുൽ ഖാദിർ, അബ്ദുൽ അസീസ്, അബ്ദുൽ നാസിർ എന്നിങ്ങനെ ദൈവനാമത്തിന് മുമ്പ് അബ്ദുൽ ചേർത്ത് കുട്ടികൾക്ക് പേരിടാറുണ്ട്. എന്നാൽ ഷിയാക്കൾ അബ്ദുൽ അലി പോലെ മനുഷ്യരുടെ പേരിന് മുമ്പ് അബ്ദുൽ ചേർത്ത് പേരിടുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട്. മക്കയിലേക്കുള്ള തീർത്ഥയാത്രയാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ റിലീജിയസ് റിച്വൽ. പക്ഷേ ഷിയാക്കൾക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കർബലയിലും മറ്റ് ഷിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സിയാറത്ത് ചെയ്യുന്നതാണ്. ടെലിവിഷനിൽ കൂടിയും യൂട്യൂബിൽ കൂടിയും സുന്നികൾക്കെതിരെ ആശയപ്രചരണം നടത്തുക ഷിയാക്കളുടെ ഒരു ഹോബിയാണ്. അതുപോലെ ഖലീഫ അബൂബക്കറിനെയും ഖലീഫ ഉസ്മാനെയും ആയിഷ ബീഗത്തെയും ഇൻസൾട്ട് ചെയ്യുന്നത് ഷിയാക്കളുടെ സ്ഥിരം പ്രവണതയാണ്. ഷിയാക്കൾ അലി ഇബ്നു അബി താലിബിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. സുന്നി രാജ്യമായ സിറിയയിൽ 13% മാത്രം വരുന്ന ഷിയാക്കൾ സംഘടിക്കുകയും സുന്നികളെ പുറത്താക്കുകയും ചെയ്തു. ഹമാ പട്ടണത്തിൽ മാത്രം 40,000 ഒറ്റ ദിവസം കൊണ്ട് കൊന്നൊടുക്കുവാൻ ഷിയാക്കളുടെ പട്ടാളത്തിന് സാധിച്ചു. അങ്ങനെ സുന്നികൾ ഏഷ്യയിൽ നിന്നും പലായനം ചെയ്യുകയും യൂറോപ്പിൽ പോയി ജീവിക്കുകയും ചെയ്യേണ്ട ഗതികേടിലായി. ഇപ്പോൾ 1 കോടിയോളം സുന്നികൾ അഭയാർത്ഥികളായി മാറിയിരിക്കുകയാണ്. ജർമ്മനിയിൽ മാത്രം 8 ലക്ഷം സുന്നികൾ താമസിക്കുന്നു. ലോകത്തിൽ എവിടെ നോക്കിയാലും ഷിയാക്കൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നത് കാണുവാൻ പറ്റും. സൗദി അറേബ്യയിൽ മാത്രമാണ് മുസ്ലിങ്ങൾ ഷിയാക്കളെ പീഡിപ്പിക്കുന്നത്. സൗദി അറേബ്യയുടെ ജനസംഖ്യയുടെ 10%-ഓളം ഷിയാക്കളാണ്. കൂടുതൽ ഷിയാക്കളും രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പെട്രോളിയം മേഖലയിലാണ് ജീവിക്കുന്നത്. 5 ലക്ഷത്തോളം ഷിയാക്കൾ കടുത്ത നിയന്ത്രണത്തിലും അടിമകൾക്ക് തുല്യവുമായ ജീവിത സാഹചര്യങ്ങളിൽ സൗദി അറേബ്യയിൽ ജീവിക്കുന്നു.
പെൺകുട്ടികൾക്ക് പഠിക്കാൻ മാത്രം 300ഓളം സ്കൂളുകൾ ഈ പ്രദേശത്തുണ്ട്. പക്ഷേ അവയുടെ എല്ലാം പ്രിൻസിപ്പൽമാർ സുന്നികളാണ്, മുസ്ലിങ്ങളാണ്. അതുപോലെ കൊച്ചു ഗൾഫ് രാജ്യമായ ബഹ്റൈനിൽ ഷിയാക്കളാണ് ഭൂരിപക്ഷമെങ്കിലും സുന്നികൾക്കാണ് ഭരണത്തിലുള്ള നിയന്ത്രണം. അതുകൊണ്ട് ഷിയാക്കൾ രണ്ടാംകിട പൗരന്മാരായി ബഹ്റൈനിൽ അടിമകളെപ്പോലെ ജീവിക്കുന്നു. എങ്കിലും ഇടയ്ക്ക് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ 10% ഷിയാക്കളുണ്ട്. ക്രൂരമായ രീതിയിൽ ഷിയാക്കളെ അടിച്ചമർത്തുന്ന മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാൻ. 4000-ഓളം ഷിയാക്കൾ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പണ്ടുകാലത്ത് അമേരിക്കയുടെ രാഷ്ട്രീയ പിന്തുണ ഷിയാക്കൾക്കായിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് അമേരിക്കയുടെ വിദേശ നയത്തിലുണ്ടായ മാറ്റം മൂലം സുന്നി രാജ്യങ്ങളായ സൗദി അറേബ്യയെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയുമാണ് അമേരിക്ക പിന്തുണക്കുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയായി യൂറോപ്യൻ യൂണിയനും സുന്നികൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. എങ്കിലും അമേരിക്കയുടെയോ യൂറോപ്പിൻ്റെയോ സഹായം ആവശ്യമില്ലാതെ ഷിയാക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും അവർക്ക് നിർലോഭമായ സൈനിക സഹകരണം ലഭിക്കുകയും ചെയ്യും. ഭൂരിഭാഗം ഷിയാക്കളും താമസിക്കുന്നത് ഇറാനിലാണ്. ഏകദേശം 6 കോടിയോളം ഷിയാക്കൾ ഇറാനിൽ താമസിക്കുന്നു. അതുപോലെ പാകിസ്ഥാനിൽ 2 കോടിയിലധികം ഷിയാക്കൾ താമസിക്കുന്നു. അത്ര തന്നെ ഷിയാക്കൾ ഇറാഖിലുമുണ്ട്. ഇന്ത്യയിൽ 1 കോടിയോളം ഷിയാക്കൾ താമസിക്കുന്നു. ഏകദേശം അത്ര തന്നെ ഷിയാക്കൾ തുർക്കിയിലുമുണ്ട്. യമനിൽ 70 ലക്ഷം ഷിയാക്കൾ താമസിക്കുന്നു. അസർബൈജാനിൽ 45 ലക്ഷം ഷിയാക്കളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ 30 ലക്ഷം ഷിയാക്കളുണ്ട്. സിറിയയിൽ 24 ലക്ഷം ഷിയാക്കളുണ്ട്. ലെബനോനിൽ 21 ലക്ഷം ഷിയാക്കൾ താമസിക്കുന്നു. സൗദി അറേബ്യയിൽ 20 ലക്ഷം ഷിയാക്കളുണ്ട്. അതുപോലെ നൈജീരിയയിൽ 20 ലക്ഷം ഷിയാക്കളുണ്ട്. ടാൻസാനിയയിൽ 15 ലക്ഷം ഷിയാക്കൾ താമസിക്കുന്നു. അതുപോലെ കുവൈത്തിൽ 7 ലക്ഷം ഷിയാക്കളുണ്ട്. ബഹ്റൈനിൽ 5 ലക്ഷം ഷിയാക്കൾ താമസിക്കുന്നു. താജിക്കിസ്ഥാനിലും 4 ലക്ഷം ഷിയാക്കളുണ്ട്. ജർമ്മനിയിൽ 4 ലക്ഷം ഷിയാക്കൾ താമസിക്കുന്നു. അതുപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും 3 ലക്ഷത്തോളം ഷിയാക്കൾ താമസിക്കുന്നുണ്ട്.